വ്യൂവേഴ്സ്, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പം ഈ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു സമയമാണിത് അല്ലെ. നമ്മുടെ കേരള PSC അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഇപ്പൊ ഒരുപാട് പേര് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടും ഉണ്ടായിരിക്കും അല്ലെ. അപ്പം ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ കുറെ പേർക്കെങ്കിലും താല്പര്യം ഉണ്ടായിരിക്കും. എങ്ങനെയാണ്, എത്ര വേക്കൻസീസ് ഉണ്ട്, അതുപോലെ തന്നെ എങ്ങനെയാണ് മുൻപ് നടന്ന എക്സാംസിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ്, അതുപോലെ ഇതിന്റെ സിലബസ് എങ്ങനെയായിരിക്കും പോലെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ കടന്നു പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മുടെ എക്സാം, നമ്മുടെ പ്രൊഫൈൽ ഇപ്പം ആക്റ്റീവ് ആണ്. നോട്ടിഫിക്കേഷൻ ഡിസംബർ 15, 2025 മുതൽ ജനുവരി 14, 2026 വരെയാണ് ആക്റ്റീവ് ആയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ പ്രൊഫൈലിൽ ഉണ്ടാവുക. അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ എക്സാമിന് അപ്ലൈ ചെയ്യുക, അവസാനത്തിലേക്ക് വെക്കേണ്ട. നിങ്ങൾക്ക് അറിയാം, അടുത്ത ആഴ്ച ഇനി ക്രിസ്മസ് ആണ്. അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്ത് വരും, ന്യൂ ഇയർ തിരക്കുകൾ വരും. ആ തിരക്കുകളിൽ പെട്ട് നമ്മൾ ചിലപ്പോൾ ഇത് മറന്നു പോകും. അപ്പൊ അങ്ങനെ മറന്നു പോകാനുള്ള ഒരു അവസരം വേണ്ട, പിന്നീട് ഒരു വിഷമത്തിന് അത് കാരണമാവും. അപ്പൊ അത് വേണ്ട, ഇപ്പൊ തന്നെ എല്ലാവരും പ്രൊഫൈലിൽ കയറി അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, അതായത് ഇപ്പം ലെവൽ എക്സാം മാത്രമല്ല, നമുക്ക് ഓവർസിയർ ലെവലിലുള്ള കുറെ എക്സാമുകളും സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നമ്മുടെ പ്രൊഫൈലിൽ ഇപ്പം ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പ്രൊഫൈൽ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പോസ്റ്റുകളിലേക്കെല്ലാം ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, ദെൻ അപ്പൊ നമ്മുടെ എക്സാമിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് അറിയാം. അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് നമ്മുടെ എക്സാം വിളിച്ചിരിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ അത്യാവശ്യം നല്ലൊരു സ്കെയിൽ തന്നെയാണ്. നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ കിട്ടാൻ പറ്റുന്നതിൽ നല്ലൊരു സാലറി സ്കെയിൽ തന്നെയാണ്. 55,200 മുതൽ 1,15,300 വരെയാണ് ആ ഒരു പേ ഓഫ് സ്കെയിൽ വരുന്നത്. വാക്കൻസീസ് ഇപ്പം ആന്റിസിപ്പേറ്റഡ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതിനു മുമ്പും നോട്ടിഫിക്കേഷൻ വന്നപ്പം ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറഞ്ഞെങ്കിലും 100-ലധികം ആളുകൾക്ക് എക്സാമിന് ജോലി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വേക്കൻസിനെ പറ്റി അധികം ആലോചിച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ജോലി കിട്ടാൻ നമുക്കൊരു വേക്കൻസി മതി. അങ്ങനെയാണ് ഓരോരുത്തരും ആലോചിക്കേണ്ടത്. നമുക്കൊരു വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് അതിന് കിട്ടും എന്നുള്ള ഉറപ്പിൽ പഠിക്കുക എന്നുള്ളതാണ്. വേക്കൻസീസ് എത്രയോ ആവട്ടെ, നമ്മൾ കൊടുക്കാനുള്ളത് നമ്മൾ കൊടുക്കുക. നമ്മൾ കൊടുക്കേണ്ടത് എന്താ, നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ പഠിക്കുക, നന്നായി എക്സാം എഴുതുക, ബാക്കി നമുക്ക് കിട്ടുന്നത് പോലെ നമ്മുടെ അടുത്തേക്ക് വരും. ഇനി മുമ്പ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ബിടെക് ആണ്, ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ. ഇനി ഇത് അതുപോലെ തന്നെ AMI സെക്ഷൻ ANB സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് ഇക്വാലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ട് ബിടെക് ഹോണേഴ്സ് സിവിൽ എഞ്ചിനീയറിംഗ് AMIE സെക്ഷൻ ANB സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. അപ്പൊ അതാത് കോഴ്സുകൾ പഠിച്ചിട്ടുള്ളവർക്ക് ഈ ഓപ്ഷൻസ് ഹയർ ഓപ്ഷൻസ് ആയിട്ട് എടുത്തുകൊണ്ട് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണോ അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ദെൻ ഇതിനു മുമ്പ് നമ്മുടെ ഈ ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എക്സാം നടന്ന സമയത്ത് കാറ്റഗറി നമ്പർ 662/2022 ആണ്. സോ 2022 നോട്ടിഫിക്കേഷൻ വന്നത്. എക്സാം നടന്നത് 7/6/2023 ദെൻ 2023 എക്സാം നടന്ന് 6/5/2024 റാങ്ക് ലിസ്റ്റ് പുറത്തു വരാണ് ഉണ്ടായത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, PSCയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. അപ്പൊ നമുക്ക് 2027 മെയ് മാസം വരെ ഏകദേശം എന്നുണ്ട് നമ്മുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന് ഇപ്പോഴും കാലാവധി ഉണ്ട്. 2027 വരെ കാലാവധി ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും 2026 തന്നെ നമ്മുടെ എക്സാം പ്രതീക്ഷിക്കാം. 27 മറ്റേ ലിസ്റ്റ് എക്സ്പയർ ആവുന്നതിന് മുന്നായിട്ട് ഈ ഒരു ലിസ്റ്റ് വരുമെന്നുള്ള എക്സ്പെക്ടേഷൻ നമുക്ക് വെക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ആവണം PSC പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അന്നത്തെ ഒരു എക്സാമിന് കട്ട് ഓഫ് ആയിട്ട് വന്നത് 51.67 മാർക്കാണ് കേട്ടോ. കട്ട് ഓഫ് ഒരിക്കലും നിങ്ങളൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിട്ട് എടുക്കണ്ട. ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും, 51 മാർക്ക് മതിയോ കട്ട് ഓഫ്, അങ്ങനെ വെച്ചാൽ എനിക്കും സുഖമായിട്ട് വാങ്ങാൻ പറ്റുമല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ ആ ഒരു കട്ട് ഓഫ് കടന്നതുകൊണ്ട് കാര്യമില്ല. നമ്മളെപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ട ഒരു 75+80 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് സോണിലാണെന്ന് നമുക്ക് വിചാരിക്കാം. കാരണം എന്താ വെച്ചാൽ മറ്റുള്ള ഓവർസിയർ എക്സാം പോലെ ഒരുപാട്
അഡ്വൈസസ് ഒന്നും പോകുന്ന ഒരു പോസ്റ്റ് അല്ല അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. ചിലപ്പോൾ 100 താഴെ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ നമ്പർ ഓഫ് അഡ്വൈസസ് മാത്രമേ പോകുന്നുണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ റാങ്ക് 1 ഡിജിറ്റിൽ വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് 2 ഡിജിറ്റിലെങ്കിലും നിൽക്കാൻ പറ്റും. 2 ഡിജിറ്റിൽ നിന്നാലെങ്കിലും നമുക്കൊരു സേഫ് സോണിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ എയിം ചെയ്ത് പഠിക്കുമ്പോൾ ഒരു 100 മാർക്ക് എനിക്ക് കിട്ടും എന്നുള്ള എയിമിൽ നിങ്ങൾ പഠിക്കുക. അപ്പോൾ നമുക്കൊരു 85-ലേക്കെങ്കിലും എത്താനായിട്ട് പറ്റും. എങ്കിലേ കാര്യമുള്ളൂ. അപ്പൊ ഈ ഒരു കട്ട് ഓഫ് എത്രയാണെന്ന് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ നമ്മൾ ഇപ്പൊ അറിയാം നിങ്ങൾക്ക് ഒരുപാട് പേര് എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. സോ കട്ട് ഓഫ് ലെവല് ഉയരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര മാർക്ക് വേണം എന്നുള്ള ടാർഗറ്റിൽ തന്നെ പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. അന്ന് മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് 180 പേരാണ് കേട്ടോ മെയിൻ ലിസ്റ്റിൽ അന്ന് ഉണ്ടായിരുന്നത്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്ന് പറഞ്ഞാലും 180 പേരുടെ മെയിൻ ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 180 പേരിൽ 130 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. 130 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് 3/11/25 പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് 27 വരെ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട്. അപ്പോൾ ഇനിയും അഡ്വൈസസ് പോയി കൂടാന്നില്ല. സോ ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതോട് കൂടിയിട്ട് നമ്മുടെ A-level എക്സാംസ് അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം LSGD AE കഴിഞ്ഞു, ഹാർബർ AE കഴിഞ്ഞു, PWD AE ഇലക്ഷൻ കാരണം ഇപ്പോൾ മാറ്റി വെച്ചതാണ്. അത് ഉടനെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഇറിഗേഷൻ AE. ഇതോടുകൂടി AE എക്സാംസ് എല്ലാം കഴിഞ്ഞു പോയോ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. കുറേ പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഒരുപാട് A-level എക്സാംസ് വരാനുണ്ട്. KWA AE എക്സാം ഉടനെ വരാനായിട്ടുണ്ട്. അതുപോലെ തന്നെ A-level നമ്മൾ ഒരു BTech ക്വാളിഫിക്കേഷനിൽ പഠിക്കേണ്ട എക്സാം പോളി ലെക്ചർ എക്സാം ഉണ്ട്. അത്യാവശ്യം നല്ല A-level ആയിട്ട് പഠിക്കേണ്ട എക്സാം ആയിട്ടുള്ള AP അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം വരാനിരിക്കുന്നുണ്ട്. അതുപോലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന്റെ എക്സാം വരാനിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതുപോലെ ഒരു A-level ഒരു A-level കൂടി പഠിക്കേണ്ട ഒരുപാട് എക്സാംസ് നമ്മുടെ മുന്നിൽ ഇനിയും വരാനായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാം ടാർഗറ്റ് നമ്മുടെ മൈൻഡിൽ വെക്കുക. എനിക്ക് പഠിക്കാനുള്ളത് AEക്കാണ്. AEക്ക് എനിക്കൊരു ജോലി വേണം എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. പക്ഷെ പഠിച്ച് ഇനി അത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഇത് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ള എക്സാംസ് കൂടി എളുപ്പമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു LSGD AEക്ക് വേണ്ടി തയ്യാറെടുത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം അത് നന്നായിട്ട് എഴുതാൻ പറ്റാതെ പോയവരാണെങ്കിലും അവർക്കിപ്പോൾ നല്ലൊരു അവസരമാണ്. കാരണം അത് ഒരുവിധം പഠിച്ച് റിവൈസ് ചെയ്തവർക്കാണെങ്കിൽ PWD വരുന്നുണ്ട്, ഈ പറയുന്ന AE ഇറിഗേഷൻ വരുന്നുണ്ട്. രണ്ടും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ AE ഇറിഗേഷന് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി വരുന്ന BTech ലെവലുള്ള ഏത് എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരു ജോലി നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. ഇനി ആദ്യമായിട്ട് ഒരു A-level എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് എന്തൊക്കെ സബ്ജക്ട്സ് ആണ് ഉണ്ടാവുക എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ സബ്ജക്ട്സിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 8 സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾസ് ആയിട്ടാണ് നമ്മുടെ സിലബസ് പുറത്ത് വരാറുള്ളത് A-level. അതിൽ മെക്കാനിക്സ് ഓഫ് സോളിഡും സ്ട്രക്ചറൽ അനാലിസിസും കൂടി 10 മാർക്ക്, അതുപോലെ FM-ഉം വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗും കൂടി 10 മാർക്ക്, സർവേയും എസ്റ്റിമേഷനും കൂടി 10 മാർക്ക്, ബിൽഡിംഗ് മെറ്റീരിയൽ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അതുപോലെ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് 3 സബ്ജക്റ്റും കൂടി 20 മാർക്ക് ഈ രീതിയിലാണ് വരുന്നത് കേട്ടോ. ദെൻ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻവറോൺമെന്റൽ എഞ്ചിനീയറിംഗ് 10 മാർക്ക്, ജിയോടെക് 10, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അർബൻ എഞ്ചിനീയറിംഗിൽ 10 മാർക്ക്. ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസൈൻ ഓഫ് സ്ട്രക്ചർ RGCക്കാണ് 20 മാർക്ക്. ഇത്രയും ഈ ഒരു രീതിയിലാണ് നമ്മുടെ സബ്ജക്റ്റുകളെ പാറ്റേൺ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. ഓക്കെ, അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് സബ്ജക്റ്റും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും പറഞ്ഞത്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിന്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി അടുത്ത വീഡിയോസ് ആയിട്ട് നമ്മൾ ഇത് A-level സബ്ജക്ട്സിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഡിസ്കഷൻ, സിലബസ് അനാലിസിസ് ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. വരുന്ന ദിവസങ്ങളിലായിട്ട് നമുക്ക് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഇത്രയുമൊക്കെ ഒരു A-level എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ
ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സൈലം ടെക്നിക്കല് ഏറ്റവും പുതിയ AE ബാച്ച്, AE ഓൺലൈൻ ബാച്ച് ജനുവരി 5 മുതൽ ആരംഭിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ആദ്യത്തെ ബാച്ച് ഒന്നുമല്ല, നമ്മുടെ 6ാമത്തെ ഓൺലൈൻ AE ബാച്ച് ആണ്, ടാർഗറ്റ് AE സിവിൽ 2.0 ബാച്ച്. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ജനുവരി 5 മുതലാണ് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ടായിരിക്കുക കേട്ടോ. ഫീസ് വരുന്നത് 12,999 ആണ്. അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ടും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിനെ വിളിച്ചിട്ട് കോൾ ചെയ്യുക. നമ്മുടെ ക്ലാസ്സിലേക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ എപ്പോഴും പിന്നെന്ന് ആലോചിച്ച് വെക്കേണ്ട, ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തുടങ്ങുക. അപ്പൊ നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങാനായിട്ട് തുടങ്ങുക. സമയം വൈകിക്കേണ്ട. എക്സാം എപ്പോൾ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിൽ എക്സാം വരാം. സോ നമ്മൾ പ്രിപ്പയർ ആയി ഇരിക്കാം. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്